കുതിരാൻ തുരങ്കമുഖം ബലപ്പെടുത്താൻ ശുപാർശ ചെയ്യുമെന്ന് വിദഗ്ധ സമിതി. തുരങ്കമുഖത്തെ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിദഗ്ധ സമിതി ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. തുരങ്കമുഖത്ത് മണ്ണിളകി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അനീഷ്, എന്തായാലും ഇപ്പോൾ വിദഗ്ധ സമിതി ബലപ്പെടുത്താനുള്ള തുരങ്കമുഖം ബലപ്പെടുത്താനുള്ള ശുപാർശ ചെയ്യുമെന്നൊരു വിവരം ലഭിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കഴിഞ്ഞ ദിവസമാണ് ഈ കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ മുഖം, ഇരട്ട തുരങ്കത്തിന്റെ പടിഞ്ഞാറേ മുഖത്തിന് മുകളിലായി പാറക്കെട്ടിന് മുകളിലായി നേരിയ തോതിൽ രണ്ടിടങ്ങളിലായി മണ്ണിടിച്ചൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവം മാധ്യമങ്ങൾ ഇന്നലെ തന്നെ, നമ്മൾ ഉൾപ്പെടെ ഉള്ള മാധ്യമങ്ങൾ ഇന്നലെ തന്നെ വാർത്ത നൽകിയിരുന്നു. ഈ വാർത്ത നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ സംഭവ സ്ഥലത്ത് കളക്ടർ ശിഖ സുരേന്ദ്രൻ, അതുപോലെ കായിക മന്ത്രി OJ ജനീഷും, അതുപോലെ ഒല്ലൂർ MLA കെ രാജൻ ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിച്ചു. അതിനുശേഷം ഒരു വിദഗ്ധ സമിതിയെ ഇത് പഠിക്കാൻ, മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ, കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിച്ചു. ഈ സമിതി ഇന്നലെ തന്നെ ആ പ്രദേശത്തൊക്കെ വിശദമായി പഠനം നടത്തി. ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ, മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആ സമിതിയിലുണ്ട്. ആ വിദഗ്ധ സമിതി പരിശോധന നടത്തി. ആ പരിശോധന റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ തുരങ്കമുഖം ബലപ്പെടുത്താനാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതായത് ഈ തുരങ്കമുഖത്തിന് മണ്ണിടിഞ്ഞ ഭാഗത്തുള്ള അവിടെ ചെറു പാറക്കല്ലുകളും അതുപോലെ മരങ്ങളും ഒക്കെയുണ്ട്. ഈ ചെറു പാറക്കല്ലുകൾ എല്ലാം അവിടെ നിന്നും മാറ്റും. അതുപോലെ വീഴാനുള്ള സാധ്യതയുള്ള മരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. തുരങ്കം മുഖം കൂടുതൽ ബലപ്പെടുത്തും. ഇളകി വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം ബലപ്പെടുത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. കാട്ടിൽ അപകടകരമായ വലിയ മരങ്ങളും പാറക്കല്ലുകളും ഉണ്ടെന്ന് ഇന്നലെ തന്നെ അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആ മരങ്ങളെല്ലാം, അപകടകരമായി നിൽക്കുന്ന മരങ്ങളും, അഥവാ ഇനിയൊരു ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ താഴേക്ക് ഉരുണ്ടു വീഴാൻ സാധ്യതയുള്ള വലിയ പാറക്കല്ലുകളും എല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യും. തുരങ്കമുഖം കൂടുതൽ ബലപ്പെടുത്തും. നിലവിൽ അപകട സാധ്യതയൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് കളക്ടർ ഇന്നലെ തന്നെ പറഞ്ഞത്. എന്നിരുന്നാൽ കൂടി ഇനിയൊരു മഴ ശക്തമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടാണ് തുരങ്കമുഖം ബലപ്പെടുത്തണമെന്നുള്ള റിപ്പോർട്ട് വിദഗ്ധ സമിതി ഇന്ന് കളക്ടർക്ക് കൈമാറുക. ഇതിൽ കളക്ടർ അവിടെ ഗതാഗതം നിരോധിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ ഈ തുരങ്കമുഖം ബലപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി തീരുമാനിക്കേണ്ടത് കളക്ടറും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒക്കെയാണ്. എന്തായാലും റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. തുടർ തീരുമാനങ്ങൾ കളക്ടറുടേതായിരിക്കും. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും കളക്ടർക്ക് വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്തായാലും തുരങ്കമുഖം ബലപ്പെടുത്താൻ ശുപാർശ ചെയ്യുമെന്നാണ് വിദഗ്ധ സമിതി അറിയിക്കുന്നത്. തുരങ്കമുഖത്ത് മണ്ണിളകി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.